ആ മറുപടി അവരുടെ ആരോപണവും അല്ലെങ്കിൽ അവരുടെ ആക്ഷേപമാണ് നമ്മുടെ മുമ്പിൽ കൊള്ളുക. അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ. വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം. ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലുണ്ടായിട്ടും ഇനിയും അതിലൊരു പരാതി വേണമെന്നാണ് നിങ്ങൾ നിയമം പഠിച്ചിട്ടുള്ള ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണെന്ന് എൻ്റെ ധാരണ. ഏതെങ്കിലും ഒരാൾ ആരെപ്പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? സുപ്രീം കോടതിയിൽ എത്രയോ വിധികൾ, ഞാനൊന്നിവിടെ വിശദീകരിക്കുന്നില്ല. പല കേസ് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുപ്രീം കോടതിയുടെ പല കാര്യത്തിലുള്ള വിധികൾ അത്തരത്തിൽ ഒരു കേസെടുത്താൽ ആ കേസ് നിലനിൽക്കില്ല എന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണോ ആരോപണം, ആർക്കെതിരെയാണോ അവർ പരാതി തരിക. ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അവർ ഉന്നയിച്ചല്ലോ. ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പരാതി തന്നാൽ അത് നിയമാനുസൃതം സ്വീകരിക്കും. ചെയർമാനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മന്ത്രി ഇതിനോടൊപ്പം തന്നെ രഞ്ജിത്തോട് സംസാരിച്ചോ, ഏതെങ്കിലും തരത്തിൽ എന്താണ് എന്നുള്ള ഒരു വിശദീകരണം ഇപ്പോൾ നിലവിൽ അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതൊക്കെ മന്ത്രി സംസാരിക്കേണ്ട കാര്യങ്ങൾ, മന്ത്രി എന്നൊരു ഔദ്യോഗികമായ കാര്യങ്ങൾ, അതൊക്കെ ചിലപ്പോൾ സംസാരിച്ചില്ലെന്നിരിക്കും. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തുകൊള്ളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസെടുക്കുക എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത്. ഈ ഒരു സ്ത്രീ ആരോപണം പരസ്യമായി മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കപ്പെടുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താം എന്നുള്ളൊരു വിഷയം സർക്കാരിന്റെ മുന്നിൽ ഇപ്പോൾ പരിഗണനയിലുണ്ട്. അദ്ദേഹം ആ ചുമതല നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ടത്. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കാതിരിക്കില്ലല്ലോ. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞത്. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, നിയമത്തിൻ്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംദിഗ്ധമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. ഈ ഗവൺമെൻറ് ഈ കേരളത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിൻ്റെ ഭാഗമാണ്. ആ നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. അവർ നിർദ്ദേശിച്ച 24 കാര്യങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും? ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിയമപരമായി നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. രാഷ്ട്രപതിയുടെ വരെ അംഗീകാരം വേണ്ട പ്രശ്നങ്ങളാണ്. അതെല്ലാം നോക്കി എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കൈകാര്യം ചെയ്യും. പല കാര്യങ്ങളും നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു കമ്മിറ്റി വന്നു. ഇപ്പോൾ ഇന്നലെ അമ്മയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായതിനു ശേഷം അവരുമായിട്ട് സംസാരിച്ച കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ. എൻ്റെ അർത്ഥം എന്താ? അന്ന് ശരിയാണ്, അമ്മയുടെ ഭാരവാഹികളെ വിളിച്ചു, അതേ അടക്കം വന്നു, സംസാരിച്ചു. WCC ആളിനെ വിളിച്ചു, സംസാരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കേട്ടു. 1 മണിക്കൂറോ 2 മണിക്കൂറോ മണിക്കൂറിൽ നിന്ന് സംസാരിച്ച് കേട്ടു. മിനിറ്റ്സാക്കി. എല്ലാ മിനിറ്റ്സും രേഖകളും നമ്മളിലുണ്ട്. ഇന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഇന്ന കാര്യങ്ങൾ അഭിപ്രായമുണ്ട്. അതിനെല്ലാം പോസിറ്റീവായിട്ടാണ് ഈ സംഘടനകളെല്ലാം സമീപിച്ചിട്ടുള്ളത്. ഒരു സംഘടന പോലും ഇതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ കാര്യങ്ങൾ, ഈ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കാനുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു. ആ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പോളിസി വേണം, ഒരു സിനിമാ നയം കൂടി വേണം. കാരണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള വിഷയങ്ങൾ മാത്രമല്ല, മറ്റു കാര്യങ്ങൾ കൂടി ഈ മേഖലയിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനാണ് കോൺക്ലേവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോൺക്ലേവിനെതിരായിട്ട് ഇപ്പം അതേതാണ്ട് വലിയ സംഭവമാണ്
എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വാർത്ത കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഒരു ഗവൺമെൻറ് എന്തോ ചെയ്യേണ്ടത്? ഒരു ഇൻഡസ്ട്രി, 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഇൻഡസ്ട്രി നശിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ആയിട്ട് ഈ ഗവൺമെൻറ് കാലത്ത് ഇൻഡസ്ട്രി മാറിയില്ലേ? ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയായി കേരളത്തിൽ മാറിയില്ലേ? ഈ കഴിഞ്ഞ വർഷം എത്ര സിനിമ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ സ്റ്റേറ്റാണ്. ഭൂരിപക്ഷം സിനിമയിൽ ലാഭകരമായിരുന്നു. നിങ്ങൾക്കിതൊന്നും പറയുന്ന ശബ്ദത്തിൽ കാണത്തില്ല. കാരണം നല്ല ഒരു കാര്യം ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് കാലത്ത് 7 വർഷമായിട്ട് അല്ലെങ്കിൽ 8 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി സംരക്ഷിക്കുന്നതോടൊപ്പം ആ ഇൻഡസ്ട്രിക്കുള്ളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളോ പ്രവണതകളോ ഉണ്ടെങ്കിൽ കർശനമായി നേരിടുമെന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താ? ഈ ശ്രീലേഖ ഒരുപക്ഷെ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീലേഖയ്ക്കൊപ്പം എന്ന് തന്നെയാണ്. ഇത് വളരെ നിങ്ങൾക്ക് എന്ത് ഈ സംശയം എന്താണ്? ഞങ്ങളുടെ സ്ത്രീത്വത്തോടൊപ്പം അല്ലേ? സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നവരല്ലേ? നിങ്ങൾ പിന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ഒരു കാര്യം പിന്നെ മാറ്റി പറയാൻ പറ്റൂ? ഒരു കാര്യം ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ ഞങ്ങളുടെ ഗവൺമെൻറ് പോളിസി. മന്ത്രി എന്ന നിലയിൽ ഞാനും പറഞ്ഞല്ലോ, കേരളത്തിലെ ഈ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായി ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ്, ഇരയോടൊപ്പമാണ്. ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പം അല്ല. അങ്ങനെ പരാതി അവർ രേഖാമൂലം തന്നാൽ നിയമം പറയുന്നതാണ്. ഞങ്ങൾ പഠിച്ച നിയമം അതാണ്. ഞങ്ങൾ നിയമ വിദഗ്ധന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അഡ്വൈസ് അതാണ്. ഒരാളൊരു പരാതി തന്നാൽ ആ പരാതിന്മേൽ നമുക്ക് FIR ഇടാം, നമുക്ക് നിയമ നടപടി സ്വീകരിക്കാം. ഏതെങ്കിലും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും ഒരു കമ്മിറ്റഡ് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനമെടുത്തൊരു FIR ഇട്ടാൽ അത് നിലനിൽക്കില്ല. ഇത് നിങ്ങൾക്കും അറിയാം. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരുപാട് സുപ്രീം കോടതിയുടെ വേർഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നിങ്ങൾക്കറിയാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലനിൽക്കില്ല എന്നതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല, ഞാനിപ്പോൾ പറയാമല്ലോ. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സുപ്രീം കോടതിയുടെ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരബദ്ധം സംഭവിക്കാൻ പാടില്ല. പിന്നെ ഇപ്പം ഈ കേസ് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലെത്തി. ഹൈക്കോടതി ഇത് സീൽ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, കസ്റ്റോഡിയൻ, അത് ഹൈക്കോടതി ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ത് പറയുന്നു അതിനോടൊപ്പമാണ് ഗവൺമെൻറ്. ഇത് വ്യക്തമായി. ഏത് ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ശ്രീലേഖ മാഡം പരാതി തരുന്ന പക്ഷം ഗവൺമെൻറ് ആ കാര്യം ബന്ധപ്പെട്ട ഏജൻസി വഴി പരിശോധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിലെന്താ തർക്കം? ആരാണ് ആരോപണം? മാഡം പറ. രഞ്ജിത്ത് ആണോ നടപ്പാക്കുന്നത്? രഞ്ജിത്താണോ നടപ്പാക്കുന്നത്? എന്താ ഒരാൾ കുറ്റക്കാരനാണെന്ന് എങ്ങനെ തെളിയുന്നത്? ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് ആ കുറ്റം സംബന്ധിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് ക്രൂശിക്കാൻ പറ്റൂ? നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണ്. നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ നിരപരാധിയെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ പറ്റുമോ? അദ്ദേഹം ഇന്നലെ നിഷേധിച്ചു. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതിന്മേലല്ലേ പറ്റൂ. കഴിഞ്ഞ തവണ നമ്മൾ സമയത്ത് സാർ പറഞ്ഞിരുന്നു, അതായത് ഇത്തരത്തിൽ ഒരാളെങ്കിലും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ, ആരുടെയെങ്കിലും പേര് പറയുകയാണെങ്കിൽ നടപടിയെടുക്കാം. അത്തരത്തിൽ ഇപ്പോൾ പേര് പുറത്തു വന്നിരിക്കുന്നു, പക്ഷേ എന്നിട്ടും ഒരു നടപടി ഒരു സാമട്ടിലേക്ക് ആകുകയാണ്. നിങ്ങൾ ഇതാണ് ഇന്ന് കഴിഞ്ഞ ദിവസം പോലെ നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞത് എല്ലാം സാമട്ടാണ്. അറിവില്ലാത്ത മന്ത്രിമാർ, ബുദ്ധിയില്ലാത്തവന്മാർ, ഇതൊക്കെ നിങ്ങളിങ്ങനെ പറയല്ലേ? നിങ്ങളുടെ മീഡിയയിലിരിക്കുന്ന എല്ലാ ബുദ്ധിമാന്മാരായിരിക്കും. ആയിക്കോട്ടെ, അവർ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട്. ഈ പറയുന്നതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിനകത്ത് എൻ്റെ അടിസ്ഥാനപരമായ തെറ്റുണ്ടോ? നമ്മൾ ഫാക്ട്സ് വെച്ചല്ലേ പറയുന്നത്, നമ്മൾ നിയമം വെച്ചല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അങ്ങ് പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാളൊരു ആകാശത്തു നിന്നൊരു ഒരു കാര്യം പറഞ്ഞാൽ അതിന്മേലൊരു കേസെടുക്കാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, സ്ത്രീകളോടൊപ്പമാണ്. ഞാൻ വ്യക്തമായി പറയുന്നു, കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ഒരു സംശയം വേണ്ട, ഒരു സ്ത്രീയും ആക്രമിക്കപ്പെട്ടാൽ വിട്ടുവീഴ്ചയില്ല, നടപടി ഉണ്ടാവും. ആ നടപടി ഉണ്ടാകണമെങ്കിൽ രേഖാമൂലം പരാതി വേണം. രേഖാമൂലം പരാതിയില്ലാത്ത ഒരു പ്രശ്നത്തിന്മേൽ ഒരു കേസ് എടുത്താൽ നിലനിൽക്കില്ല എന്ന്
സുപ്രീം കോടതി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യക്തമായി പറഞ്ഞത് ആർക്കെങ്കിലും പരാതി ഉണ്ടോ തരിക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായി ഇത്രയും നാൾ ആരും പരാതി തന്നിട്ടില്ല, തരാത്തൊരു പരാതി ഇൻമേൽ കേസ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാങ്കേതികമായി നമുക്ക് പറയാം, യാന്ത്രികമായി നമുക്ക് പറയാം, പക്ഷെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ട്. ആ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും. ഞങ്ങൾ ഈ വിവരാവകാശ കമ്മീഷൻ ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ചാനലിരിക്കുന്ന ചില ചാനൽ, എല്ലാ ചാനലും ഒന്നുമില്ല, മാന്യമായി പറയുന്നവരുണ്ട്, അല്ലാതെ ചില ചാനലുകാരുണ്ടല്ലോ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഇതൊക്കെ കൊടുക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വിവരാവകാശ കമ്മീഷന് നിയമപരമായ ആ വിവരാവകാശ കമ്മീഷൻ്റെ അധികാരത്തെ എങ്ങനെ ഒരു ഗവൺമെൻറ് ചോദ്യം ചെയ്യും? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തരുമ്പോൾ തന്നെ ഹേമയുടെ കത്ത് നമുക്ക് തരുന്നു. ആ കത്താണിത്. ആ കത്ത് ഇവിടെ തരികയാണ്. ആ കത്ത് തന്നിട്ട് ആ കത്തിനകത്ത് വളരെ വ്യക്തമായി പറയുകയാണ് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ വ്യക്തിയെ മോശപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇതിനകത്തുണ്ടെങ്കിൽ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് രേഖാമൂലം അവർ എഴുതി തരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട അന്നത്തെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഉത്തരവ്, ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു വരി പോലും പുറത്തുവിടാൻ പാടില്ല. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? അതിനുശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരാളിപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ സമീപിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു അതിനകത്ത് വ്യക്തിയെ മോശപ്പെടുത്തുന്ന ഭാഗം ഒഴിയെ കൊടുക്കണം. ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, കൊടുത്തു. ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചു. അത് ഹൈക്കോടതി പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഇതിൻ്റെ ഉത്തരവാദി. ഈ ഉത്തരവാദിത്തപ്പെട്ട കസ്റ്റോഡിയൻ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രി ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന പൊസിഷനല്ല ഈ വിഷയം നിൽക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ആദ്യം മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുവിടാൻ പാടില്ല. ഇതിനകത്ത് ഒരു പേജ് പുറത്തു വിട്ടാൽ എന്തായിരുന്നു ഗവൺമെൻറ് സ്ഥിതി? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വിവരാവകാശ കമ്മീഷനും ജസ്റ്റിസ് ഹേമയും പറയുന്നു ഇത് പുറത്തുവിടരുത്. ഇത് അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഒരു പേജ് പുറത്തുവിട്ടാൽ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പുറത്തുവിട്ടാൽ എന്തായിരുന്നു അവസ്ഥ? ഞങ്ങൾ നിയമം പാലിച്ചു, നിയമത്തെ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ നിയമത്തെ വിശ്വസിക്കുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോട്ട്, ഒരു സംശയം വേണ്ട. ആ നിയമാനുസൃതമുള്ള നടപടികൾ കൃത്യമായി പാലിച്ച് 2024 ആയപ്പോൾ ഇവിടെ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നു. ഹൈക്കോടതി പറയുന്നു കൊടുത്തു. ഇനി ഏതെങ്കിലും ഭാഗം കൊടുക്കണോ? കോടതി പറഞ്ഞാൽ കൊടുക്കും. ഇപ്പം കോടതി പറഞ്ഞു എല്ലാം സീൽ ചെയ്ത് കൊണ്ട് തരാൻ. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത് കൊടുത്തേ പറ്റൂ. 10-ാം തീയതി കോടതി അത് കേൾക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടതി പറയട്ടെ. ഇങ്ങനെ ഒരു സുതാര്യമായ ഒരു കാര്യം ഒരു ഗവൺമെൻറ് ചെയ്യുമ്പോൾ എത്ര മ്ലേച്ഛമായിട്ടാണ് ഈ കാര്യത്തിൽ ചില ഒറ്റപ്പെട്ട മാധ്യമങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു, അതൊന്നും വിഷയമില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താൻ നിങ്ങൾ എന്തിനാണ് ഇത് ആയുധമാക്കുന്നത്? ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് വേണ്ടി സഹായം ചെയ്തൊരു ഗവൺമെൻറ് ഇത്. 150 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ ചിത്രാഞ്ജലി നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വി.ഡി. സതീശൻ്റെ പാർട്ടി ഭരിച്ചല്ലോ, 1 രൂപ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തോ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ മോശപ്പെടുത്തുമ്പോൾ അതിൽ 80 കോടി രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോയി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യും. കേരളത്തിലെ ഏറ്റവും വലിയ ഷൂട്ടിംഗ് സെൻറ്റർ വരാൻ പോകുന്നു ചിത്രാഞ്ജലി. എങ്ങനെ തകർന്നു കിടന്ന ഒരു സ്ഥാപനമാണ്, നന്നാക്കി എടുത്തില്ലേ? 27 തിയേറ്ററുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. പല തിയേറ്ററിലും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും തിയേറ്ററുകൾ 10-15 തിയേറ്ററുകൾ പുതുതായിട്ട് പണിത സ്ക്രീനുകൾ കൊണ്ടുവന്ന ഒരു കാര്യമുണ്ടോ? പെൺകുട്ടികളുടെ കാര്യത്തിൽ ഹേമ കമ്മിറ്റി പറഞ്ഞ ഏറ്റവും വലിയ നിർദ്ദേശമായിരുന്നു സ്ത്രീകൾക്ക് അവർക്ക് സിനിമ നിർമ്മിക്കാനുള്ള അവകാശം കൊടുക്കണം. 3 കോടി രൂപ കഴിഞ്ഞ 4 വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 സിനിമ ഇപ്പോൾ ഇറങ്ങി, ഒന്നും ചെയ്തില്ല. പിന്നെ ഇത്ര ഹാർമണി ഈ മേഖല ഉണ്ടാക്കിയൊരു ഗവൺമെൻറ് ഉണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി, ഞാനും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാവരുമായി സംസാരിച്ചു ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടി. കാരണം പലതരത്തിലുള്ള തർക്കങ്ങൾ ഇവരുടെ ഇടയിലുണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായി പോകാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായി ഇന്ന് സിനിമാ രംഗം വലിയ തരത്തിൽ മൂവ് ചെയ്തു. ആയിരക്കണക്കിന്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ ഹേമ കമ്മിറ്റി പറഞ്ഞ നിർദ്ദേശങ്ങളിനകത്ത് വേതനം സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞവരോട് ശക്തമായി ഞങ്ങൾ പറഞ്ഞു, വേതനം സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവർക്ക് വേതനം കൊടുത്തേ പറ്റൂ, അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ഈ ടോയ്ലറ്റ് സംവിധാനം അതൊക്കെ ഇപ്പോൾ ഉണ്ട്. അത് നേരത്തെയുള്ള കാര്യമാണ്. ഈ ടോയ്ലറ്റ് സംവിധാനം ഇല്ലെന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി പറഞ്ഞത് മിക്കവാറും അത് ഉറപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രസ് ചേഞ്ചിങ് മുറികൾ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം വന്നു, അത് ഉറപ്പാക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഈ ജുഡീഷ്യൽ ട്രിബ്യൂണൽ അതുപോലെ തന്നെ കുറ്റകരമായ പ്രവർത്തികൾ നിരോധിക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് നിയമപരമായ പ്രശ്നമാണ്. ആ നിയമപരമായ പ്രശ്നങ്ങൾക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീങ്ങുന്നുണ്ട്. പിന്നെ ഒരൊറ്റ കാര്യം പറയാം, ഈ പറഞ്ഞിട്ടുള്ള 24 കാര്യങ്ങളിൽ
ഭൂരിപക്ഷവും തത്വത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. ഭൂരിപക്ഷവും ഒരു കാര്യമല്ല, ഭൂരിപക്ഷം നടപ്പാക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നിയമപരമായ നിയമസഭയിൽ പാസ്സാക്കിയെടുക്കേണ്ട നിയമം ഉൾപ്പെടെ ട്രിബ്യൂണലിൻ്റെ പ്രശ്നമടക്കം രാഷ്ട്രപതിയുടെ മുമ്പിലേക്ക് കൊണ്ട പ്രശ്നമടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യത്തിൽ ഗവൺമെൻറ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നല്ല ഞങ്ങൾ കമ്മിറ്റിയിലെ നിർദ്ദേശം. ഈ വ്യക്തികളുടെ സ്വകാര്യത പുറത്തു പോകുന്നതാണ്. മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുകയായിരുന്നു. വളരെ ആഴത്തിൽ സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര മേഖലയിലും ഗവൺമെൻറ് നടത്തിയ ഇടപെടലിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. നിയമത്തിൻ്റെ വഴിയിൽ തന്നെ സർക്കാർ സഞ്ചരിക്കുമെന്ന ഉറപ്പ് കൂടിയാണ് മന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചത്.